എക്സാലോജിക് കേസിൽ കേന്ദ്രത്തിനും SFIOയ്ക്കും തിരിച്ചടി. ഹർജിയിൽ വിധി പറയും വരെ കേസിൽ തുടർ നടപടികൾ പാടില്ലെന്ന് കർണാടക ഹൈക്കോടതി. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ഷമി പ്രഭാകർ ചേരുകയാണ്. ഷമി, എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ നടന്നത്? ഇന്ന് കർണാടക ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച ഹർജി പരിഗണിച്ചത്. കോടതിയിൽ എക്സാലോജിക്ക് ആവശ്യപ്പെട്ടത് ഈ അന്വേഷണം SFIO ഇപ്പോൾ നടത്തുന്ന അന്വേഷണം എന്ന് പറയുന്നത് നിയമവിരുദ്ധമായ ഒരു കാര്യമാണ്. അതായത് ഈ ഫ്രോഡിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ രാഷ്ട്രീയമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ പരാതി കൊടുത്ത ആൾ ഇപ്പോൾ രാഷ്ട്രീയമായ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പരാതി നൽകിയിട്ടുള്ളത്. തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉള്ള കാര്യങ്ങൾ അവർ എക്സാലോജിക്ക് കോടതിയെ അറിയിച്ചത്, ഞങ്ങൾ നിയമപ്രകാരം ഒരു കരാർ വെക്കുന്നു, CMRL-ലുമായി ഒരു കരാർ വെക്കുന്നു. ആ കരാറ് കൃത്യമായി പാലിക്കുകയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിലൊന്നും തന്നെ ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് ഇടപെടാൻ പറ്റുന്ന ഒരു കാര്യവും തങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പം ഉദാഹരണത്തിന് ഒരു കമ്പനി രൂപീകരിക്കുന്നു, അതിനുശേഷം ആ കമ്പനിയുടെ സ്ഥാനത്തിരുന്നുകൊണ്ട് മറ്റൊരു കമ്പനി രൂപീകരിച്ച് ഈ കമ്പനിയിൽ നിന്നുള്ള പണം അങ്ങോട്ടേക്ക് മാറ്റുമോ, അല്ലെങ്കിൽ ആ രീതിയിൽ ഒരേ സമയത്ത് ഈ കമ്പനിക്കുള്ളിൽ നിന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രോഡായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോഴാണ് ഇത്തരത്തിൽ 212 പ്രകാരം ഇന്ത്യൻ കമ്പനി ആക്ട് 212 പ്രകാരമുള്ള ഒരു കേസ് ഇട്ട് അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഇവിടെ അത്തരത്തിൽ ഒരു കേസിട്ട് ഇപ്പോൾ SFIO അങ്ങനെ ഒരു വകുപ്പിട്ട് അന്വേഷിച്ചതിനെയാണ് എക്സാലോജിക്ക് ചോദ്യം ചെയ്തത്. 210 കമ്പനി ആക്ട് 210 പ്രകാരമുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ 212 എന്ന് പറയുന്ന ഒരു വകുപ്പിട്ട് തങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതിയെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കർണാടക ഹൈക്കോടതി ഇന്ന് ഈ ഒരു ഉത്തരവ് നൽകിയിട്ടുള്ളത്. അതായത് ഇനി ഹൈക്കോടതിയിൽ നിന്നൊരു ഉത്തരവ് വരുന്നവരെ SFIO യാതൊരു തുടർ നടപടിയും എക്സാലോജിക്കിനെതിരായി സ്വീകരിക്കാൻ പാടില്ല എന്നുള്ള കർശനമായ ഒരു നിർദ്ദേശമാണ് കർണാടക ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ചുരുക്കി പറഞ്ഞാൽ SFIOയ്ക്കും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനും രാഷ്ട്രീയ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ ഒരു കേസ് തട്ടിക്കൂട്ടി SFIOയെ ഏൽപ്പിച്ച് അന്വേഷണത്തിന് പറഞ്ഞുവിട്ട കേന്ദ്ര സർക്കാരിന് നല്ല ഭംഗിയായ ഒരു അടിയാണെന്ന് കർണാടക ഹൈക്കോടതി കൊടുത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പിറകെ നടന്ന ആൾക്കാരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ കൂടി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്.